നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മളൊക്കെ ഒരുപക്ഷെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കാം, SIP ആയിട്ട്, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിലേക്ക് ക്രിപ്റ്റോയിൽ ബിറ്റ്കോയിൻ പോലെയുള്ള വലിയ കോയിൻസിൽ SIP ചെയ്യാൻ വരുന്നവരായിരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ക്രിപ്റ്റോയിൽ ഫ്യൂച്ചറിൽ എത്ര ശതമാനം ഒരുപക്ഷെ കിട്ടിയേക്കാം എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാൽക്കുലേഷൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കണ്ട് കൃത്യമായ ഇൻഫർമേഷന് വേണ്ടി. ഇപ്പൊ നമ്മൾ ബിറ്റ്കോയിന്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ റുപ്പീസിൽ നമ്മൾ 79 ലക്ഷം രൂപയിലാണ് ലാസ്റ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് 1 കോടിക്ക് മുകളിലൊക്കെ പോയി 1,16,000 ഒരു 16 ലക്ഷം എന്നുള്ള ഓൾ ടൈം ഹൈയിലേക്ക് പോയി. അപ്പൊ അപ്രോക്സിമേറ്റ് 1 കോടി എന്നുള്ള റേഞ്ചിലേക്ക് ബിറ്റ്കോയിൻ എത്തിയിരിക്കുന്നു. അപ്പം അത്രയും മനസ്സിലാക്കി വെക്കുക. അപ്പം ഈ ഒരു റേഞ്ചിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ SIP ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ പഴയ റിട്ടേൺ എത്രയാണ് ഇതുവരെ കിട്ടിയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പഴയ റിട്ടേൺ അപ്രോക്സിമേറ്റ് ഞാനിവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു 16 വർഷത്തെ CAGR നോക്കുകയാണെങ്കിൽ 150%, അടിപൊളി റിട്ടേൺ ഉണ്ട്. 12 വർഷത്തെ ആണെങ്കിൽ 115%, 10 വർഷത്തെ ആണെങ്കിൽ 85%, 8 വർഷത്തെ ആണെങ്കിൽ 55%, 5 വർഷത്തെ ആണെങ്കിൽ 48%. അപ്പം അത്യാവശ്യം നല്ലൊരു CAGR നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്രോക്സിമേറ്റ് ആദ്യമേ ഒക്കെ നല്ല CAGR ഉണ്ട് ഒരു വലിയ ടൈം പീരീഡില്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേനും CAGR കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിലും നമ്മളൊരു 50% റിട്ടേൺ ഒക്കെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുവാണെങ്കിൽ, അങ്ങനെയാണ് നമ്മൾ SIP ആയിട്ട് മന്ത്ലിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നതെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ. ഇപ്പൊ ഞാനിവിടെ മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് SIP കാൽക്കുലേറ്റർ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ എത്ര രൂപയാണ് മന്ത്ലിയിൽ ബിറ്റ്കോയിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്? 1000 രൂപയാണ് ഓരോ മാസവും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 50% റിട്ടേൺ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് 50%? നമുക്കറിയാം, വലിയ പഴയ ഡേറ്റ് എപ്പോൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും 150, 110, 80 ഒക്കെ 60, 50 ഒക്കെ തന്നതുകൊണ്ട് തന്നെ നമ്മളൊരു 50% എക്സ്പെക്ട് ചെയ്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 20 വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് ടോട്ടലായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എത്രയായിരിക്കും? 2,40,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നമുക്ക് ടോട്ടലായിട്ട് നമ്മുടെ റിട്ടേണും കൂടെ കൂട്ടി അത് എത്രയാണ്? 10 കോടി രൂപയായി മാറിയേക്കാം. ഇവിടെ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അടിപൊളി ഒരു റിട്ടേൺ നമുക്ക് കാണാൻ സാധിക്കും. വെറും 1000 രൂപ നമ്മൾ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമുക്ക് 50% റിട്ടേൺ 20 വർഷം കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു റിട്ടേൺ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് വിശ്വസിച്ചാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഒന്നും കൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഇവിടെ നമുക്ക് എത്ര റിട്ടേൺ കിട്ടും എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത് എത്രയാണ്? ഇപ്പോഴത്തെ ബിറ്റ്കോയിൻ എത്ര വിലയാണ്, അതുപോലെ തന്നെ ഈ 50% വെച്ച് 20 വർഷത്തേക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്കോയിന്റെ വാല്യൂ എത്രയായി മാറും എന്നും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ മാച്ചായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ 50% റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോഴത്തെ ബിറ്റ്കോയിന്റെ വാല്യൂ എത്രയാണ്? 1 കോടി രൂപ. അപ്പൊ 1 കോടി രൂപയാണ് ഒരു ബിറ്റ്കോയിൻ വാങ്ങണമെങ്കിൽ ഇന്ത്യൻ റുപ്പീസിൽ. ഇപ്പൊ 1 കോടി താഴെയാണ് എങ്കിലും 1 കോടിയുടെ മേളിലൊക്കെ പോയതുകൊണ്ട് അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി 1 കോടി എന്നുള്ള പ്രൈസ് എടുത്തുന്നേ ഉള്ളൂ. അപ്പൊ 50% വെച്ച് നമ്മൾ 1 കോടി റേഞ്ചിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ആവറേജ് എമൗണ്ട് 1 കോടിയിലാണെങ്കിൽ 50% വെച്ച് ഓരോ വർഷവും ബിറ്റ്കോയിന്റെ പ്രൈസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 20 വർഷം കഴിയുമ്പോഴത്തേനും അത് 3,324 കോടി രൂപയിലിട്ട് മാറേണ്ടതായിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 3000 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു ബിറ്റ്കോയിന്റെ വാല്യൂ 20 വർഷം കഴിയുമ്പോഴത്തേനും മാറേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതായത് 2.21 മില്യൺ ആണ് ബിറ്റ്കോയിന്റെ സപ്ലൈ ഉള്ളത്. അപ്പൊ അതിൽ കൂടുതൽ സപ്ലൈ ലിമിറ്റഡ് സപ്ലൈ ആണ്. അപ്പം 21 മില്യൺ ഇൻറ്റു 3,300 കോടി ഗുണിക്കുമ്പോഴത്തേനും വലിയൊരു ട്രില്യൺസിലേക്കാണ് കണക്ക് പോകുന്നത്. അപ്പൊ അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അത്രയും വലിയൊരു എമൗണ്ട് ബിറ്റ്കോയിൻ ആയി മാറുമോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് വളരെ വലിയൊരു എമൗണ്ട് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ബിറ്റ്കോയിന്റെ സപ്ലൈ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ ഇത്ര മാത്രം വലിയൊരു ഗ്രോത്ത് ഉണ്ടാവുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും വലിയൊരു ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് റിട്ടേൺ കുറച്ച്
നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ഒരു 25% കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഇവിടെ എത്രയാണ് വരുന്നത്? 1 കോടി എന്നുള്ള ഇന്നത്തെ പ്രൈസ് നമുക്ക് അത് ഏകദേശം ഒരു 100 കോടി, 90 കോടി, 100 കോടി എന്നുള്ള റേഞ്ചിലേക്ക്, ഇപ്പൊ നമ്മൾ 30% ഇടുന്നതെങ്കിൽ 30% അല്ലെങ്കിൽ 25%-ഒക്കെയാണ് കൊണ്ടിരുന്നെങ്കിൽ 26%-ലേക്കൊക്കെ വരുവാണെങ്കിൽ അത് ഒരു 100 കോടി രൂപയിലിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 100 കോടി രൂപയിലിട്ട് 20 വർഷം കഴിയുമ്പോൾ വന്നാലാണ് നമുക്ക് അപ്രോക്സിമേറ്റ് 26% അല്ലെങ്കിൽ 25% ആ ഒരു റേഞ്ചിൽ നമുക്ക് റിട്ടേൺ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് അപ്രോക്സിമേറ്റ് ഏറ്റവും നല്ല രീതിയിൽ ബിറ്റ് കോയിൻ വളർന്ന് ഇന്നത്തെ 1 കോടി രൂപയിൽ നിന്ന് ഒരു 100 കോടിയിലോട്ടെങ്കിലും ഒരു ബിറ്റ് കോയിന്റെ പ്രൈസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലാണ് 20 വർഷം കഴിയുമ്പോഴത്തേനും നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത റിട്ടേൺ കിട്ടത്തില്ല. മറിച്ച് ഇത് നമ്മൾ ഒരു 25% ആക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 25%. 20 വർഷം കഴിയുമ്പോഴത്തേനും ഈ ഒരു എമൗണ്ട് ഒരു 47 ലക്ഷം രൂപ എന്നുള്ള ആ ഒരു റേഞ്ചിലേക്ക് 20 വർഷം കഴിയുമ്പോഴത്തേനും വരുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഗ്രോ ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ്, ഒരിക്കലും സംഭവിക്കില്ലാത്ത റിട്ടേൺ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യരുത്. മറിച്ച് നമുക്കൊരു നല്ല പോസിറ്റീവായിട്ട് ബിറ്റ് കോയിൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഒരു റേഞ്ചിലുള്ള റിട്ടേൺ ഒക്കെ കിട്ടും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബിറ്റ് കോയിന്റെ പ്രൈസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. കാരണം അപ്പൊ തീർച്ചയായിട്ടും ഒരു കാര്യം ഓർത്തിരിക്കുക, ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്? കോയിൻ D6 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ ട്രേഡ് ചെയ്യാം. ഞാൻ പേഴ്സണലി ഫ്യൂച്ചേഴ്സിൽ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല, ബട്ട് നമ്മൾ കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു, ഇവിടെ നമുക്ക് FAU രജിസ്റ്റേർഡ് പ്ലാറ്റ്ഫോം ആണ്. 2 കോടിയിലധികം രജിസ്റ്റേർഡ് യൂസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറെ ലേണിംഗ് മൊഡ്യൂൾസ് ഒക്കെ കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ക്രിപ്റ്റോയിൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം തരുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ താല്പര്യമുണ്ട്, ക്രിപ്റ്റോയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്കിൽ ഉപയോഗിച്ച് കോയിൻ D6 അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കും. ആ ലിങ്ക് ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 20% ഡിസ്കൗണ്ട് ഒക്കെ ബ്രോക്കറേജിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ പറഞ്ഞു വന്നതെന്താണ്? ബിറ്റ് കോയിന്റെ പ്രൈസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കോയിൻ ഓപ്പൺ ആക്കാം, കോയിൻസിൽ ബിറ്റ് കോയിൻ ഓപ്പൺ ആക്കാം. ബിറ്റ് കോയിന്റെ പ്രൈസ് ഇപ്പൊ എത്രയിലാണ് നിൽക്കുന്നത്? ഇപ്പം അപ്രോക്സിമേറ്റ് 79 ലക്ഷത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം ഡിപ്പിൽ വാങ്ങുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ബിറ്റ് കോയിൻ. ഒരിക്കലും വലിയ പ്രൈസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുത്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് അത്രയും വലിയൊരു എമൗണ്ടിലേക്ക് ആയി മാറാനുള്ള പോസിബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറിച്ച് നമ്മൾ ഡിപ്പിലാണ് എൻട്രി എടുക്കുന്നത് എങ്കിൽ അവിടെ നിന്ന് മൂവ് ചെയ്യാനും അവിടെ നിന്ന് നല്ല റിട്ടേൺ തരാനുമുള്ള ചാൻസ് ഉണ്ട് ഫ്യൂച്ചറിൽ ബിറ്റ് കോയിൻ പോസിറ്റീവായിട്ട് മാറിയാലും. മറിച്ച് നമ്മൾ വലിയ ഹൈകളിലാണ്, അതായത് ബിറ്റ് കോയിൻ വീണ്ടും മുകളിലേക്ക് പോകുന്ന ആ മുകളിലത്തെ പ്രൈസിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ അവിടെ നിന്ന് പോസിറ്റീവായിട്ട് ബിറ്റ് കോയിൻ മൂവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു CAGR വലിയ പീരീഡിൽ കിട്ടാൻ വളരെ പാടാണ്. കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ബിറ്റ് കോയിന്റെ ചാർട്ട് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ട്രെൻഡ് ലൈൻ വരയ്ക്കാം. നമ്മൾ ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അപ്രോക്സിമേറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരുപക്ഷെ ഇനിയും താഴോട്ട് വന്ന് ഈ ഒരു ലെവലിൽ വന്നിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു ലെവലിലേക്ക് വന്നൊന്നും ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്കൊരു സഫീഷ്യന്റ് ആയിട്ട് ഒരു എമൗണ്ട് നമ്മൾ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ നിന്നോട്ടെ. കൂടുതലായിട്ട് വലിയ പ്രൈസിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഒരിക്കലും റെക്കമെൻഡേഷനും കാര്യങ്ങളും ഒന്നുമല്ല. അതല്ല, ഇങ്ങനെ താഴോട്ട് വരുവാണെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എത്രമാത്രം പൈസ സീറോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രോബ്ലം ഇല്ല എന്നുള്ള എമൗണ്ട് മാത്രം ക്രിപ്റ്റോ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഇവിടെ ഇതുവരെ റെഗുലേഷൻസും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് റിസ്കി ഉണ്ട്, എക്സ്ചേഞ്ചിൻ്റെതായ റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ ഫണ്ടമെന്റൽസിനെ സംബന്ധിച്ച് ഒരുപാട് റിസ്ക്കും കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് റെഗുലേഷൻസ് ഒന്നും കൃത്യമായിട്ട് വരാത്തതുകൊണ്ട് റിസ്ക് കൂടുതലുണ്ട്, ഹൈ റിസ്കിയാണ്. അപ്പം നമ്മൾ ഡിപ്പിലാണ് ബിറ്റ് കോയിൻ ഒക്കെ വാല്യൂവിലാണ് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നല്ല റിട്ടേൺ കിട്ടിയേക്കാം. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു.
എക്സാമ്പിൾ ആയിട്ട് ഞാൻ 2 എക്സാമ്പിൾസ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഡിപ്പിലാണ് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഒരാൾ ഇതിന്റെ ഹൈയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവർ തമ്മിലുള്ള റിട്ടേണിന്റെ ഡിഫറൻസ് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ പറഞ്ഞു ഒരു അപ്രോക്സിമേറ്റ് ഇങ്ങനെയുള്ള ഒരു റേഞ്ചിൽ നിന്ന് 25% അല്ലെങ്കിൽ 26% CAGR 20 വർഷത്തേക്ക് കിട്ടുവാണെങ്കിൽ ഈ ഒരു ബിറ്റ്കോയിന്റെ പ്രൈസ് എത്രയായി മാറണം? നമ്മൾ പറഞ്ഞു 100 കോടിയിലേട്ടായി മാറണം. അപ്പൊ ഞാൻ 100 കോടിയിലേക്ക് ഉള്ള ആ ഒരു കാൽക്കുലേഷൻ ഞാനിവിടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കാണിച്ചു തരാം. ആണോ? 100 കോടിയിലേക്ക് എത്തണം. ഈ താഴെ കിടക്കുന്ന ബിറ്റ്കോയിന്റെ ചാർട്ട് 100 കോടിയിലേക്ക് വളരണം. അപ്പൊ 100 കോടിയിലേക്ക് വളരുന്ന സമയത്ത് ആ ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തവരാണെങ്കിൽ ഇവിടെ 67,000 റിട്ടേൺ കിട്ടുന്നു. അതേ സമയത്ത് ഹൈയിൽ ഇൻവെസ്റ്റ് ചെയ്തവരാണെങ്കിൽ 8,820%. ആക്യുറേറ്റ് ഒന്നുമല്ല, ജസ്റ്റ് അങ്ങ് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കണ്ടോ ഇവിടെയുള്ള ഡിഫറൻസ്, എന്ത് മാത്രം ഡിഫറൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 67,000 റിട്ടേൺ, ഇവിടെ വെറും 8,800% റിട്ടേൺ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഇങ്ങനെയുള്ള കോയിൻസിൽ ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനെയുള്ള കോയിൻസ് എന്ന് പറയുമ്പോൾ ബ്ലൂ ചിപ്പ് കോയിൻസിൽ, ബാക്കിയുള്ള കോയിൻസിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള റിസ്ക് ആണ് വരുന്നത്. ജസ്റ്റ് കാൽക്കുലേഷന് കുറച്ച് കാര്യങ്ങളും കുറച്ച് ഐഡിയാസും ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും ബിറ്റ്കോയിനിൽ വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്തീരിയത്തിൽ നമുക്ക് ചെറിയ SIPs നടത്താം. അപ്പൊ ഞാൻ ബിറ്റ്കോയിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നത്. ബാക്കിയുള്ള കോയിൻസും നമുക്ക് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ പേഴ്സണലി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്രിപ്റ്റോ കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, കോയിൻ D6. അപ്പം അത് നമുക്ക് ഇൻഡിവിജ്വൽ കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകളാണ് ഇതിൻ്റെ അകത്ത് നടത്തുന്നത്. അപ്പം വലിയ കോയിൻസിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബാക്കിയുള്ള ചെറിയ കോയിൻസും എനിക്ക് ഇഷ്ടപ്പെട്ട കോയിൻസിലും ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതാണ് ബിറ്റ്കോയിനിൽ SIP ചെയ്യുന്നതിന്റെ റിയാലിറ്റി. മനസ്സിലാക്കേണ്ട കാര്യം 50-60% റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ഒരു 30-20-25% ഒക്കെ എന്നൊക്കെ പറയുന്നത് നല്ല ഒരു സിറ്റുവേഷൻ, നല്ലൊരു സിനാരിയോയിലാണ് അത്രയും നല്ല റിട്ടേൺ കിട്ടുന്നത്. അതല്ല ഡിപ്പിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും മുകളിലേക്ക് പോയില്ലെങ്കിലും നമുക്ക് നല്ലൊരു CAGR കിട്ടാനുള്ള ചാൻസുകൾ ഉണ്ട്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനി നമ്മൾ മ്യൂച്വൽ ഫണ്ട്, ക്രിപ്റ്റോയുടെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആണ് മുദ്രക്സ്. ഇതും FIU രജിസ്റ്റേർഡ് പ്ലാറ്റ്ഫോം ആണ് ഇന്ത്യയിൽ. അപ്പൊ തീർച്ചയായിട്ടും ഇതൊന്നും റെക്കമെൻഡേഷൻ അല്ല. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. കോയിൻ സെറ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് കോയിൻ സെറ്റ് എന്നാണ് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിന് പകരം. ഞാൻ മ്യൂച്വൽ ഫണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് ബാസ്കറ്റ് ഓഫ് കോയിൻസ് ആണ്. ഈ ഒരു കോയിൻസിൽ എന്താണ് റിപ്പിള്, സൊളാന, BNB, ബിറ്റ്കോയിൻ, ഇത്തീരിയം, ഇത്രയും കോയിൻസ് ആണ് വരുന്നത്. ക്രിപ്റ്റോ ബ്ലൂ ചിപ്പ് 5ലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് അതിന്റെ റിട്ടേണും കാര്യങ്ങളും 1 മന്തിൽ താഴോട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നെഗറ്റീവ് റിട്ടേൺ ആണ് വന്നിരിക്കുന്നത്. 3 മന്തില് 1 ഇയറിൽ ഉള്ള റിട്ടേൺ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇപ്പം 1 ഇയറിൽ 12.66% നെഗറ്റീവ് റിട്ടേൺ ആണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. നമുക്കിവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എത്ര എമൗണ്ട് വേണേലാണെങ്കിലും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ചെറിയ എമൗണ്ടിൽ വേണേലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കോയിൻ സെറ്റിൽ നമുക്ക് ഒരുപാട് കോയിൻ സെറ്റുകൾ അവൈലബിൾ ആണ്. നമുക്കിവിടെ കാണിച്ചു തരാം. നമുക്ക് ഒന്നുകിൽ ബ്ലൂ ചിപ്പ് കോയിൻസ് ഉണ്ട്, അല്ലെങ്കിൽ സെക്ടോറിയൽ തീമാറ്റിക് കോയിൻസ് ഉണ്ട്, മിഡ് ക്യാപ് കോയിൻസ് ഉണ്ട്, സ്മാർട്ട് കോൺട്രാക്ട് ട്രാക്കർ. അതുപോലെ തന്നെ നമുക്ക് ബിറ്റ്കോയിനിൽ ഇത്തീരിയയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 50% ബിറ്റ്കോയിനിൽ 50% ഇത്തീരിയം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് മോർ ഡീറ്റെയിൽസ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കാണിച്ചു തരുന്നത്. അപ്പൊ ഇതും വളരെ റിസ്കിയാണ്. ഒരിക്കലും റിസ്ക് ഇല്ല എന്ന് വിചാരിക്കരുത്. അപ്പം ക്രിപ്റ്റോയിലേക്ക് വരുന്നത് തന്നെ റിസ്കിയാണ്. അപ്പൊ ഇടുന്ന എമൗണ്ട് നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു 5% അല്ലെങ്കിൽ 10% മാത്രം ഇടുക. അതിൽ കൂടുതൽ ഒരിക്കലും ഞാൻ പേഴ്സണലി ഇടുന്നില്ല. ഞാൻ ആരോടും അതിൽ കൂടുതൽ ഇടാനും ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും റെക്കമെൻഡേഷൻ ഇല്ല. ബട്ട് റിസ്ക് എടുക്കാൻ തയ്യാറാണ്, അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അത്രയും മാത്രം എമൗണ്ട് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ലോങ് ടൈമിലേക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. ബാക്കി ട്രേഡിങ് കാര്യങ്ങളൊന്നും അധികം ക്രിപ്റ്റോയിൽ വരാതിരിക്കുന്നത്
ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മുദ്രക്സിന്റെയും CoinDCX-ന്റെയും രണ്ടിന്റെയും ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ബെനിഫിറ്റും കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് രേഖപ്പെടുത്തുക. കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു ഓരോ കോയിൻസിനെ കുറിച്ചും ഈ കോയിൻ സെറ്റിനെ കുറിച്ചും ഒക്കെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പറ്റുന്ന രീതിയിൽ ഫ്യൂച്ചറിൽ നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, ഞാനിവിടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.